പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പൂട്ടാൻ ബിജെപി ശ്രമങ്ങൾ നടത്തുകയാണ്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ ബലാത്സംഗക്കൊലയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെ ക്രമക്കേടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബിജെപി എംപി കത്ത് നൽകിയിരിക്കുകയാണ്. ബംഗാളിലെ പുരുലിയയിൽ നിന്നുള്ള ലോക്സഭാ എംപിയും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ജ്യോതിർമയ് സിംഗ് മഹതോയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് കത്ത് നൽകിയത്. പ്രിൻസിപ്പലായിരിക്കെ സന്ദീപ് ഘോഷ് നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് ജ്യോതിർമയ് സിംഗ് മഹതോ അഭിപ്രായപ്പെട്ടു. നിലവിൽ സിബിഐയും ഇഡിയും അന്വേഷിച്ചു വരുന്ന കേസാണിത്. ബംഗാളിലെ ആരോഗ്യ മേഖലയിൽ വ്യാപകമായ അഴിമതിയും അധികാര ദുർവിനിയോഗവും നടക്കുന്നതായി തെളിവുകൾ വ്യക്തമാക്കുന്നുവെന്ന് ബിജെപി എംപി ട്വീറ്റ് ചെയ്തിരുന്നു. ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ സെമിനാർ ഹാളിൽ അറ്റകുറ്റപ്പണി നടത്താൻ ഉത്തരവിട്ടിരുന്നു. സന്ദീപ് ഘോഷ് ഒപ്പുവെച്ച ഉത്തരവ് തെളിവുകൾ ഇല്ലാതാക്കാനാണോ എന്ന സംശയം ഉയർത്തുന്നുണ്ട്. ആരോഗ്യവകുപ്പിലെ ഉന്നതരുടെ അറിവില്ലാതെ ഇത് നടക്കില്ലെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും മഹതോ കത്തിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എന്ന നിലയിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് പുറത്തുവരുന്ന ക്രമക്കേടുകളിൽ മമതയും ഉത്തരവാദിയാണ്. സന്ദീപ് ഘോഷുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മമതയുടെ രാജി നിർണായകമാണ്. സന്ദീപ് ഘോഷ് ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്നതിൽ മമതയുടെ പങ്ക് നിഷേധിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി ആവശ്യമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ ജൌഹർ സർക്കാരിന്റെ രാജി സൂചിപ്പിക്കുന്നത് തൃണമൂൽ നേതാക്കളിലെ പൊതുവിലുള്ള അതൃപ്തിയാണ്. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗക്കൊലയ്ക്ക് ഇരയാക്കിയ സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ബലാത്സംഗക്കൊലയിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നതിലും തൃണമൂൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് വ്യക്തമാക്കി ജൌഹർ സർക്കാർ രാജിവെക്കുന്നത്. ഈ പ്രതിഷേധങ്ങളെ ഇങ്ങനെ കണ്ടാൽ പോരായെന്നും കൃത്യമായ ഇടപെടൽ നടത്തണമെന്നും താൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും നടന്നില്ല എന്നാണ് ജൌഹർ സർക്കാർ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. സർക്കാർ നടത്തുന്ന ആർജിക്കർ മെഡിക്കൽ കോളേജിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ജൂനിയർ ഡോക്ടർക്ക് അറിയാമായിരുന്നതുകൊണ്ടാണ് കോളേജ് അധികൃതർ കൊലപാതകം നടന്ന ഉടനെ പോലീസിനെ വിവരം അറിയിക്കാതിരുന്നതെന്നുമുള്ള ആരോപണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ വസതിയിൽ ഇഡി റെയ്ഡും നടത്തിയിരുന്നു. നിലവിൽ സിബിഐയുടെ കസ്റ്റഡിയിലുള്ള സന്ദീപ് ഘോഷിനെ സംഭവം കഴിഞ്ഞ ഉടനെ മറ്റൊരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലായി സർക്കാർ നിയമിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലും നടപടികളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ താൻ കഴിഞ്ഞ ഒരു മാസക്കാലമായി കാത്തിരുന്നെന്നും സർക്കാർ പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തതിനാലാണ് ഇപ്പോൾ രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നുമാണ് ജൌഹർ സർക്കാരിന്റെ വിശദീകരണം. സമരത്തിലുള്ള ജൂനിയർ ഡോക്ടർമാരുമായി നേരിട്ട് ബന്ധപ്പെട്ട് നടപടികൾ വിശദീകരിക്കുമെന്നാണ് താൻ കരുതിയത്. എന്നാൽ അതൊന്നും സംഭവിച്ചില്ലെന്നും പറയുന്ന ജൌഹർ സർക്കാർ പണ്ടത്തെ മമതാ ബാനർജി സ്റ്റൈലുള്ള ഇടപെടലാണ് പ്രതീക്ഷിച്ചത്, എന്നാൽ സർക്കാർ നീങ്ങുന്നത് മറ്റൊരു വഴിക്കാണെന്നും പറഞ്ഞു. പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതിനായി അറിയിച്ചുകൊണ്ട് മമതാ ബാനർജിക്ക് കത്ത് നൽകിയ ജൌഹർ സർക്കാർ താൻ പാർട്ടി മാത്രമല്ല രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കുകയാണെന്നും അറിയിച്ചിരുന്നു. ബിജെപി ബംഗാളിൽ പിടിമുറുക്കാതിരിക്കാൻ തുടരുന്ന സമരത്തെ തണുപ്പിക്കേണ്ടതും നിലപാടുകൾ സ്വീകരിക്കേണ്ടതും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് താൻ മമതാ ബാനർജി അറിയിച്ചിരുന്നുവെന്നും രാജിവെച്ച ജൌഹർ സർക്കാർ പറയുന്നു. കൊൽക്കത്തയിലെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലെ സമരത്തിൽ ബിജെപിയും അനുബന്ധ സംഘടനകളും സജീവ പങ്കാളികളായിരുന്നു. അത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു. വലിയ സംഘർഷങ്ങൾ തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും നടന്നു. ഇതിനെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിയും സർക്കാരും പരാജയപ്പെട്ടു എന്നാണ് TMC എംപി തന്നെ വെളിപ്പെടുത്തുന്നത്. അതേസമയം കൊൽക്കത്തയിൽ 31-കാരിയായ വനിതാ ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട് ഒരു മാസം പിന്നിടുമ്പോഴും കൊൽക്കത്തയിൽ പ്രതിഷേധം അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രി വിദ്യാർത്ഥികൾ, കളിമൺ മോഡലർമാർ, റിക്ഷ വലിക്കുന്നവർ, ജൂനിയർ ഡോക്ടർമാർ തുടങ്ങിയവർ നയിച്ച പ്രതിഷേധ റാലികളാണ് നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നടന്നത്. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ശിക്ഷ നൽകുക, സ്ത്രീകൾക്ക് ജോലിസ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ തേടിയാണ് പ്രതിഷേധക്കാർ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കിയത്. ഓഗസ്റ്റ് 9 കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 36 മണിക്കൂർ നീണ്ട ഡ്യൂട്ടിക്ക് ശേഷം വിശ്രമിക്കാനായി പുലർച്ചെ 2 മണിയോടെ സെമിനാർ ഹാളിലേക്ക് പോയതായിരുന്നു അവർ. പിറ്റേന്ന് രാവിലെ 9 മണിയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ ലൈംഗികാതിക്രമത്തിന്റെയും ബലാത്സംഗത്തിന്റെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ യുവതിയുടെ വീട്ടിലേക്ക് വിളിച്ച ആശുപത്രി അധികൃതർ യുവതി ആത്മഹത്യ ചെയ്തുവെന്നാണ് മാതാപിതാക്കളെ അറിയിച്ചിരുന്നത്. ആശുപത്രിയിലെത്തിയ മാതാപിതാക്കളെ മൃതദേഹം കാണിക്കാതെ ഏറെ നേരം തടഞ്ഞുവെക്കുകയും ചെയ്തിരുന്നു.
വനിതാ ഡോക്ടർ രാത്രി ഒറ്റയ്ക്ക് സെമിനാർ ഹാളിലേക്ക് പോയത് നിരുത്തരവാദിത്വപരമാണെന്നായിരുന്നു ആശുപത്രിയുടെ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ സന്ദീപ് കുമാർ ഘോഷിന്റെ പ്രതികരണം. പിന്നാലെ വിഷയത്തിൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധമുയർന്നു. കൊൽക്കത്തയിൽ പെൺകുട്ടിക്ക് വേണ്ടി നീതി തേടി വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ആരംഭിച്ചതിനു ശേഷമാണ് ജൂനിയർ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് വിധേയായി എന്ന് വ്യക്തമാക്കുന്ന ഓട്ടോപ്സി റിപ്പോർട്ട് പോലും പുറത്തുവന്നത്. 24 മണിക്കൂർ സേവനങ്ങൾ പിൻവലിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും സംഭവത്തിൽ പ്രതിഷേധിച്ചിരുന്നു. കുറ്റകൃത്യം നടന്ന 12 മണിക്കൂറിനുള്ളിൽ തന്നെ കൊൽക്കത്ത പോലീസ് സഞ്ജയ് റോയ് എന്നയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. 2019 മുതൽ സിവിൽ പോലീസ് വോളണ്ടിയർ ആണ് സഞ്ജയ് റോയ്. കൊലപാതകം നടന്ന ദിവസത്തെ ഇയാളുടെ ചില നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പോലീസിന് പിന്നാലെ CBI അന്വേഷണം ഏറ്റെടുത്തപ്പോൾ ഇയാളുടെ കേസിലെ പ്രധാന കക്ഷികളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. പ്രതിഷേധങ്ങളുടെ ഭാഗമായി കേസ് CBIക്ക് വിടണമെന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്ന് ഓഗസ്റ്റ് 23-നാണ് കൽക്കട്ട കോടതി കേസ് CBIക്ക് വിട്ടത്. അതുവരെ കേസ് അന്വേഷിച്ചത് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ്. ഇതിനിടെ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പലായ സന്ദീപ് ഘോഷിനെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ CBI അറസ്റ്റ് ചെയ്തിരുന്നു. ആർജിക്കർ ആശുപത്രിയിലെ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഡോക്ടറുടെ ആത്മഹത്യയുമായി ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഈ വിവരങ്ങൾ ഇരയായ പെൺകുട്ടിക്ക് അറിയാമായിരുന്നതുകൊണ്ടാണോ ആക്രമിക്കപ്പെട്ടത് എന്ന സംശയവും ശക്തമായി നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇയാളുടെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. പെൺകുട്ടി കൊല്ലപ്പെട്ടതു മുതൽ സന്ദീപ് ഘോഷിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഡോക്ടറുടെ കൊലപാതകം ബംഗാൾ രാഷ്ട്രീയത്തെയും കലുഷിതമാക്കി. ഇപ്പോൾ വിഷയം മമതാ ബാനർജി സർക്കാരിനെതിരെ പ്രതിപക്ഷമായ BJP ആയുധമാക്കിയിരിക്കുകയാണ്. ഇതിനിടെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ ഗുണ്ടകളുടെ ആക്രമണം നടന്നിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നടപടി ഉണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച് BJP സംസ്ഥാനത്ത് ഹർത്താൽ പ്രഖ്യാപിച്ചു. ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ തന്നെ പൊട്ടിത്തെറിയിലെത്തിയിരിക്കുകയാണ്.